ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തെൻസിംഗാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇപ്പോൾ നമ്മൾ ശരിക്കും പോണത് തവാങ്ങിലേക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇപ്പോൾ താമസിച്ചത് ഈ ഒരു ഗ്രാമത്തിലാണ് കേട്ടോ. ഇന്നലെ നമ്മൾ എത്തിയ ടൈമിൽ നല്ല രീതിയിൽ ലേറ്റായി, പക്ഷേ രാവിലെ എണീച്ചപ്പോൾ ഈ ഒരു ഗ്രാമം കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് വീഡിയോകളില്ല കേട്ടോ, എന്നാലും അത്യാവശ്യം വീഡിയോകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു മൊണാസ്ട്രി ഒക്കെ ഉണ്ട്. നമ്മൾ മൊണാസ്ട്രി കയറിയില്ല കേട്ടോ, മൊണാസ്ട്രി ഒരുപാടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറിയില്ല. അടിപൊളിയായിട്ടാണ് കാണാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൈക്കിൾ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് നമ്മൾ തള്ളിക്കൊണ്ടാണ് യാത്ര. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടുകൊണ്ട് ഇങ്ങനെ നിർത്തിയാണ്ട ഈ ഒരു തെൻസിങ് എന്നുള്ള. പക്ഷെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ മറ്റേ ഇതിൽ 3 പോലത്തെ അങ്ങനത്തെ ടൈപ്പ് ചെയറാണ്. പക്ഷേ അതിനോരം ഇങ്ങനെ അവർ സിമെൻ്റൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വേണം പോകാം. ഇനിയിപ്പോൾ ഒരാളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾ വന്ന വഴിക്ക് നമ്മുടെ സൈക്കിളിൽ നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പറ്റുമെങ്കിൽ സൈക്കിൾ ശരിയാക്കും, അല്ലെങ്കിൽ നമ്മൾ മൂഞ്ചി കുത്തുകേട്ടാ. നമ്മളിപ്പോൾ റൈഡ് ചെയ്യണത് തള്ളിക്കൊണ്ടാട്ടാ. നോക്കി ഇതാണ്ട അവസ്ഥ. എന്തെല്ലാം പണികളാണ് മക്കളെ കിട്ടണത്. പണികൾ കിട്ടുമ്പോഴല്ല നല്ല സമയത്ത് കിട്ടുള്ളൂ. കാരണം ഒന്നിൽ കട ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആൾതാമസം ഉണ്ടാവില്ല. ഇപ്പം കടയും ആൾതാമസം ഉണ്ടെങ്കിൽ പൈസ ഉണ്ടാവില്ല. അങ്ങാണ്ട അവസ്ഥ. നിങ്ങൾക്ക് ആരെങ്കിലും മാതിരി പണി കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇതേപോലത്തെ പരിപാടി കിട്ടിയെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയാണ്. കാരണം എനിക്ക് കിട്ടിയുള്ള പണി മൊത്തവും അങ്ങനത്തെ സിറ്റുവേഷനിലാണ് കേട്ടോ. ഫുള്ള് കണ്ടില്ല, ടിബറ്റൻ ഫ്ലാഗ് ആണ് കേട്ടോ. കാരണം ഫുള്ള് മന്ത്രങ്ങളാണ് ഇതിൽ. ആ ഒരു മലയിലൊക്കെ കോടയുണ്ട് കേട്ടോ. പോണ വഴിയിലൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മെയിനായിട്ടുള്ള മാഗി, പിന്നെ അതുപോലെ തന്നെ ചൗമീൻ, മോമോസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാ. ഇവിടെ ഉള്ളത് ഫുള്ള് ബുദ്ധമതക്കാരാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ എന്തായാലും ഷെർഗോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഹോൾട്ട് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ഒരു മെക്കാനിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യേണ്ടി വരും. അവസാനം നല്ല രീതിക്ക് വെച്ചിരിക്കണം കേട്ടാ. അതാണ് വീഡിയോയിൽ ഇങ്ങനത്തെ ഒരു ഇത്. അത് നോക്കിയേ മേലെ ഇങ്ങനെ കോട വന്നിട്ടിരിക്കണം കേട്ടാ. ഇപ്പോൾ വെയിലുണ്ടെങ്കിലും അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ കാറ്റടിക്കുമ്പോൾ. നോക്കിയേ ഇവിടെ ചെറിയൊരു സ്തൂപമുണ്ട് കേട്ടോ. ഇതൊക്കെ ഫുള്ളിങ്ങനെ ടിബറ്റൻ ഫ്ലാഗ് വെച്ച് കെട്ടിയേക്കണേണ്. റോഡൊന്നും കുഴപ്പമില്ല കേട്ടോ, നല്ല കിടിലൻ റോഡാണ് ഈ ഒരു റൂട്ട്. പോണ നോക്കി ഒരാൾ വിളിച്ചാണ്ട. ഹായ് ഭയ്യ, ഹായ്. അപ്പോൾ ആളുടെ വീട്ടിലേക്ക് നമ്മളെ വെള്ളം കുടിക്കാൻ വേണ്ടി വിളിച്ചാണ്. എന്നാലും ഇവരോട് കണ്ട് സംസാരിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ പോണത്. ഇങ്ങനെ മേലിലേക്ക് ഇങ്ങനെ കയറി പോകണം കേട്ടോ. ഇത് ഫുള്ള് ഈ ഒരു ഗ്രാമത്തിൽ ഫുള്ള് വീടുകളും പിന്നെ അതുപോലെ തന്നെ ഹോം സ്റ്റേകൾ, പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് കൃഷിയാണ്. കഴിഞ്ഞ വീടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിങ്ങനെ പോകണ വഴിക്കൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുമ്പോൾ അല്ലാത്ത സന്തോഷം ഉണ്ടാ. ടൂറിസ്റ്റുകൾ പോണതാ ഇതിൽ. വേണ്ടാണല്ലോ വീട്. हाय भैया, थैंक यू. कैसे हो? आपका नाम क्या है भैया? मेरा नाम नीमा है. निमाय. हाय. मेरा मम्मी है. आपका नाम क्या है? सचिन. ओह नमस्ते. ഓക്കെ 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 ठीक है, താങ്ക് യു. അപ്പോൾ ചായയും പിന്നെ സ്നാക്സ് കൊണ്ടുവന്നു കേട്ടോ. ओके मम्मी. ओके आप भी फिर आप नहीं हम अभी. अच्छा 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 पाऊंगा अरे पूरा अपलोड करेगा मैं. मम्मी को डालेगा मैं. ओके मम्मी के तरफ से शुभकामना से दूर से आया. अभी अच्छा से जाइए. अच्छा से जाइए. ഇവര് പറഞ്ഞ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇത് എനിക്ക് ചാർട്ട് തന്നേക്കണേട്ടാ. താങ്ക് യു. എനിക്ക് അവര് കെട്ടി തന്നാട്ടാ. അടിപൊളിയല്ലേ. പിന്നെ പോകാറായപ്പോൾ ഇതും തന്നിട്ടാ. നമ്മുടെ ഒരു വീട്ടിലൊരു ഫീലിംഗ് ആണ് ഉണ്ടായത്. ഭയങ്കര സന്തോഷപ്പെട്ട എനിക്ക്. അവരെന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ചായയൊക്കെ തന്ന് ഇത് തന്ന്. ഇത് അവരുടെ ഒരു വിശ്വാസമാണ്. കാരണം ഇത് നമ്മൾ കെട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഇത് വരാൻ. നമ്മളെ പോണേക്ക് ഇവിടെ ചെറിയൊരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. ഇതൊരു ചെറിയൊരു ഇതാണ്. അപ്പോൾ ഇവിടെ ഫുള്ളിങ്ങനെ ടിബറ്റൻ ഫ്ലാഗ് കൊണ്ട് ഇങ്ങനെ കെട്ടിയേക്കണേ കേട്ടോ. ഇതൊക്കെ ഇതാണ് ഇവരുടെ മന്ത്രങ്ങൾ. ടിബറ്റൻ ലാംഗ്വേജിലാണ് എഴുതിയേക്കണത്.
ഫുള്ള് ഇങ്ങനെ പല പല കളർ ഇങ്ങനെ ഇതാക്കി വെച്ചേക്കുന്നുണ്ട്. അടിപൊളിയാണ്ട് കാണാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഇവരുടെ ടെമ്പിൾ. ഇവർ വന്നിട്ട് ഇവിടെ പൂജിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ജ്യൂസുകൾ വെക്കും കേട്ടോ. ജ്യൂസ് പിന്നെ കഴിക്കണ സാധനങ്ങൾ ഓരോന്നോരോന്ന് ബിസ്ക്കറ്റ്, ലസ്സി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് പോകട്ടെ. കാരണം ഇവർക്ക് വേണ്ടി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടെ വെക്കണേ കേട്ടോ. കണ്ടില്ലേ ഇതൊക്കെ എഴുതി വെച്ചേക്കുന്നത് ടിബറ്റൻ ലാംഗ്വേജിലാണ് എഴുതിയേക്കണത്. ഞാൻ ശരിക്കും ലേയിലൊക്കെ പോകുന്ന ടൈമിൽ വിശന്ന് പൊരുന്ന ടൈമുണ്ട് കേട്ടോ. ഇത് ചെയ്യാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതേപോലെ ഓരോ ടിബറ്റൻ ടെമ്പിളുകളുണ്ടാവും ചെറിയ ചെറിയ, അവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങനെ വെക്കണത് എടുത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞതാണ് എൻ്റെ വീഡിയോയിൽ. കാരണം അത് നമ്മൾ ആ സമയത്ത് വിശന്ന് പൊരിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ കടകളോ കാര്യങ്ങളൊന്നുമില്ല. ഇതേപോലെ ഓരോന്ന് കാണുമ്പോൾ നമ്മൾ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് തെറ്റാണെന്ന് തോന്നുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇവരിതൊരു റെസ്പെക്റ്റ് കൊണ്ട് വെക്കാനായിട്ട് ഇവർക്ക് വേണ്ടി പ്രതിഷ്ഠയുള്ള ഇവർക്ക് വേണ്ടി നേർന്ന് വെക്കണ രീതിയിലാണ് ഈ ഓരോ ജ്യൂസും കാര്യങ്ങളൊക്കെ വെക്കണേ കേട്ടോ. പക്ഷെ നമ്മൾ കാണിച്ചത് വലിയ ഇതാട്ടോ, തെറ്റാണ് ഇതാ. കാരണം അവർക്ക് വേണ്ടി വെച്ച സാധനം നമ്മളെടുത്ത് കഴിച്ചേട്ടാ. പക്ഷെ അതൊക്കെ വേസ്റ്റായി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും നമ്മൾ നോർമലി പറയണമെങ്കിൽ അത് ശരിക്കും അങ്ങനെ തന്നെ ഇരുന്ന് ചീത്തയായി പോകണം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെടുത്ത് കുടിച്ചത്. നമ്മളേലേ അവർ തന്ന കിവി ഇരിപ്പുണ്ട് കേട്ടോ. ഉച്ചക്കത്തെ ഭക്ഷണമാണ്. നമ്മളെ നിൽക്കുന്ന സ്ഥലം അടിപൊളിയാട്ടാ. അടിപൊളി ലൊക്കേഷനിൽ നിന്നാണ് നമ്മൾ കിവി കഴിക്കണ. ഇവിടെ കിവിയൊക്കെ ഒരുപാട് കിട്ടും കേട്ടോ. അങ്ങനെ മക്കളെ നമ്മൾ ഷേർഗാവ് എത്തിയേട്ടാ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. ഇതൊക്കെ ഷേർഗാവിൻ്റെ ഭാഗങ്ങളാണ്ടാ. മുക്കിന്ന് ഇങ്ങനെ വെള്ളം ഒഴിക്കണതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇത് കണ്ടില്ലേ, ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ടിബറ്റൻ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. സൊച്ചി ലുമ എന്നാണ് ഇതിൻ്റെ ഒരു ഇത് വിശേഷിപ്പിക്കുന്നത്. അതായത് ഈ ഒരു കൾച്ചറിനെ പറയണതാണ് സൊച്ചി ലുമ. ഇത് പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണതിൻ്റെ ഒരു ഇതാണ് കൊടുത്തേക്കണത്. ഇതുണ്ടല്ലേ, ഇതാണ് കേട്ടോ അവരുടെ ആ ഡ്രസ്സിങ്ങും കാര്യങ്ങളും. പിന്നെ അതേ ചുമടെടുത്തുകൊണ്ട് പോണതും ഇതുണ്ടല്ലേ, ഇത് അവരുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു മാലയെ കണ്ടില്ലേ നിങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ആണിൻ്റെ ആണെങ്കിൽ ഇവിടെ ഒരു കത്തി ഉണ്ടാവും. പിന്നെ അവർക്കും പ്രത്യേകിച്ചായിട്ടുള്ള ഒരു മാലയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവരുടെ ആ ഒരു തലപ്പാവ്, പെണ്ണിൻ്റെ ആണെങ്കിൽ നോക്കിയാൽ തലപ്പാവൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് തലയിൽ ഇങ്ങനെ ഒരു ലോഡും വെച്ചിട്ടാണ് പോണത്. ഇതുണ്ടല്ലേ, ഇതെന്തോ കലപ്പ് പോലത്തെ എന്തോ സാധനം കേട്ടോ. ഉണ്ടല്ലേ, ഇത് പുറകിൽ ചുമടാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ എൻ്റെ വീഡിയോസ് കണ്ട ആൾക്കാരാണെങ്കിലും അറിയാൻ പറ്റും. കാരണം ഈ പണ്ടുള്ള ആൾക്കാർ ചുമട് കാര്യങ്ങളൊക്കെ എടുത്തത് ഇതേപോലത്തെ രീതിയിലാണ്. പണ്ട് മാത്രമല്ല ഇപ്പോഴും അവർ ചുമടെടുക്കുന്നത് ഇങ്ങനെയാണ്. ഇതേപോലത്തെ ഒരു കൊട്ടയുണ്ടാവും. ആ കൊട്ടയിൽ നിറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒന്ന് അരയിലും ഒന്ന് തലയിലുമായിട്ടാണ് കേട്ടോ കൊടുക്കണത്. പക്ഷെ ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ ശരിക്കും അങ്ങനെയാണ്. ഇത് നമ്മൾ പോണേക്ക് ജസ്റ്റ് കണ്ടുകൊണ്ട് പറഞ്ഞാണ്ടാ. നമ്മളിപ്പോൾ ഉള്ളത് ഷേർഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അങ്ങനെ ഫൈനലി റീച്ച് ചെയ്ത് ഇവിടെ. നല്ല അടിപൊളി സ്ഥലവും കേട്ടോ. ഇവിടെയുള്ള വീഡിയോകൾ കാര്യങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ, ഒരു രക്ഷയില്ലാട്ടാ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നല്ല വ്യൂവും അടിപൊളിയാണ്. മലനിരകളിലെ കാഴ്ചകളും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ വന്നോയ്ക്ക് ഇങ്ങനെ കൊതിച്ച് ഇങ്ങനെ ഇരിക്കണം. കാരണം ഇവിടെയൊക്കെ നമ്മൾ താമസിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീലാണ് കേട്ടോ. സൈക്കിളിൽ ചവിട്ടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറക്കുകൊണ്ട് ഇങ്ങനെ കയറി നിന്ന് തള്ളിക്കൊണ്ട് പോണേട്ടാ. എല്ലാ വീഡിയോകളും ഞാൻ പറഞ്ഞില്ല, അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. എന്ത് നമ്മൾ വേറെ ഏതൊരു യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വന്നൊരു ഫീലാണ് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ. പിന്നെ എല്ലായിടത്തും ഹോം സ്റ്റേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എനിക്കൊന്ന് അത്യാവശ്യം പൈസ തോന്നുന്നു ഹോം സ്റ്റേക്കൊക്കെ. ഇതൊക്കെ ഹോം സ്റ്റേ ആട്ടോ. അങ്ങനെ നമ്മൾ പോണേക്ക് രണ്ടുപേരെ കണ്ടേട്ടാ. ഹായ് ഭയ്യ, आपका नाम क्या है? सोनम. आप कहाँ पे हो? टेंगा में हो ना? अच्छा. हाय भैया, आपका नाम क्या है? मेरा शिवू है। अभी टेंगा का है ना? अच्छा, यहाँ से टेंगा जाएगा वापस? अच्छा. അപ്പോൾ നമ്മളവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചേക്കണേണ്. അപ്പോൾ താലിയാണ് ഓർഡർ ചെയ്തേക്കണം. ചിക്കൻ, പിന്നെ പോർക്ക്, പിന്നെ ഫിഷ്. അപ്പോൾ ഫിഷ് ഓർഡർ किया था ना? ये यहाँ का स्पेशल है और कौन सा असम का है ये अरुणाचल? हाँ, अच्छा यहाँ पर भी मिलेगा. अच्छा, फिश तो अलग ही होता है ना? अच्छा. ओके, फिश आप भी ट्राई ओके, थैंक यू भैया. नहीं, आप भी ट्राई करो. अच्छा. ഇതാണ് കേട്ടോ അവിടുത്തെ ഫുഡ്. നല്ല ചൂടുണ്ട്. ഇത്ര നേരം നല്ല തണുപ്പാണ്ടാ. തണുപ്പത്ത് നല്ല ചൂട് ഫുഡ്. भैया थैंक यू. मिलेंगे फिर. ओके फिर मिलेंगे. बाय.
അപ്പോൾ ഇവരാണ് നമുക്ക് ഭക്ഷണമൊക്കെ മേടിച്ചു തന്നത്. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ വണ്ടിക്കാണ്ട് വന്നത്. മറ്റേ വണ്ടി ഓടുന്ന ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഈ കാണുന്ന ഇന്നോവ എന്ന് തോന്നിട്ട് ഈ കാണുന്ന വണ്ടി കേട്ടോ. ഒന്ന് ഈ പുള്ളീൻ്റെ, പിന്നെ ഈ വണ്ടി ഈ ഒരു പുള്ളീൻ്റെ കേട്ടോ. അപ്പോൾ ഈ ടാക്സി കാര്യങ്ങളൊക്കെ ഓടുന്ന ആൾക്കാരാണ്. ഇവരുടെ വകയിൽ നമുക്ക് ഇന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മളുള്ളത് ഷെയർഗോവിലാണ്. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വേണം പയ്യെ അവിടെ നിന്ന് ഇറങ്ങാൻ. നമ്മളെ ഇപ്പോൾ അവിടെ നിന്നൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇന്നിവിടെ എവിടെയെങ്കിലും തങ്ങണം. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല, പ്ലാനില്ല. പിന്നെ ഇത് സൈക്കിൾ നോക്കാമെന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ ആള് ഇന്നെത്തുമെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് രാത്രിയാവും. ചിലപ്പോൾ റിപ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. റിപ്പയർ ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നിട്ട്. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അല്ലെങ്കിൽ നമ്മൾ ഓരോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ആസാം പോകണം, അല്ലെങ്കിൽ ഇറ്റാനഗർ പോകണം. ഇതിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ തള്ളിക്കൊണ്ട് പോകണം കേട്ടോ. പിന്നെ വണ്ടി കയറ്റി കൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് കുറേ സ്ഥലമൊന്നും കാണാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം ഹോം സ്റ്റേകളൊക്കെയാണ് ഈ കാണുന്നത്. ഇപ്പോൾ എന്തായാലും പയ്യെ പോവാട്ടോ. കാരണം സൈക്കിളിൽ ഒരു ഇതില്ലാത്തതുകൊണ്ട് ഒരു രസമില്ല കേട്ടോ. ഇതൊക്കെ കണ്ടില്ല, ഇങ്ങനെ മരം വെച്ചുണ്ടാക്കിയ വീടാട്ടി കാണുന്നതൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ടാവൂലേ മരം വെച്ചുണ്ടാക്കുന്ന വീട്? ഇല്ലെന്ന് തോന്നുന്നുണ്ടാ. ഇല്ലില്ല, അത്ര തണുപ്പൊന്നും ഉണ്ടാവില്ല. ശരി, അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതേ ഇവിടെയും അതുപോലെ തന്നെ മരം വെച്ചുണ്ടാക്കിയ ചെറിയ കാട്ടകളൊക്കെ ഉണ്ട് ഈ കാണുന്നത്. പക്ഷെ ഒന്നും തുറന്നിട്ടില്ല. അതുപോലെ നിങ്ങൾ ഈ ഒരു വ്യൂ നോക്കിയാൽ മക്കളെ, അടിപൊളിയല്ലേ. നമുക്ക് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കണം കേട്ടോ. അതിന് പറ്റിയ സ്പേസ് വെക്കണം. നമ്മളെപ്പോഴും ഒരു കിടിലം ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വെച്ച് ഇവിടെ ചെറിയൊരു ടെമ്പിൾ പോലത്തെ ഒരു ഇതുണ്ട് കേട്ടോ. നോക്കിയേ, അത് നമുക്ക് ഇവിടെ ഇറങ്ങാം. ഫുള്ളിങ്ങനെ ടിബറ്റൻ ഫ്ലാഗ് കൊണ്ട് ഇങ്ങനെ കെട്ടിയേക്കണേ കേട്ടാ. നോക്കിയേ, അടിപൊളിയല്ലേ. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. പക്ഷെ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരുന്നേനെ. അത് നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട് കേട്ടാ. ഫ്ലാഗ് ഒക്കെ കാണാൻ അടിപൊളിയല്ലേ. പിന്നെ അതേ വെള്ളത്തിൻ്റെയൊക്കെ ഒഴുക്ക് നോക്കിയേ. എൻ്റെ മോനെ, നല്ല തണുപ്പുണ്ട് കേട്ടാ. ഇന്നൊക്കെ രാവിലെയൊക്കെ അത്യാവശ്യം വെയിൽ വന്നതാണ്. പക്ഷെ വെയിലുണ്ടെങ്കിലും നല്ല രീതിയിൽ തണുപ്പുണ്ട് കേട്ടാ. അതാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഇനി മക്കളെ നമ്മൾ തവാങ്ങിലേക്ക് പോകുമ്പോൾ എന്താണ് അവസ്ഥ എന്നൊരു പിടുത്തില്ല കേട്ടാ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആൾക്കാർ ക്യാമ്പ് ചെയ്യണ്ടെന്ന് തോന്നണ്ടാ. ഇവിടെയൊക്കെ ഫുള്ളിങ്ങനെ ഇത് കത്തിച്ചിട്ടുണ്ട് ഉണ്ടല്ലേ. ഇവിടെയും ചെറിയൊരു കുളം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നിലത്തിറങ്ങാം കേട്ടോ. അല്ലോ, കാടും പടലമാണ്, സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. പക്ഷെ വല്ലാത്തൊരു അഡ്വഞ്ചറാണ് ഇത്. ഓ മക്കളെ, ഈ കാണുന്ന ചെടി മനസ്സിലായ എന്താന്ന്? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി കേട്ടോ. അടിപൊളിയല്ലേ മക്കളെ, വെള്ളത്തിൻ്റെ സൗണ്ടും എന്ത് ക്ലിയറാന്ന് നോക്കി. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ ഇറങ്ങാല്ലാതെ വെച്ചു, പക്ഷെ നല്ല തണുപ്പുണ്ട്. പിന്നെ അതേ മേളിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബ്രിഡ്ജില്ലേ, അതിൻ്റെ താഴത്താണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ ഈ ഒരു കാഴ്ച കാണാൻ വല്ലാത്തൊരു മനോഹരമാണ് കേട്ടോ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതേ ഈ ഒരു ചെടി മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രമോഷൻ ചെയ്യണില്ല, ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. വേറെ ഇങ്ങനെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. എന്തായാലും നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എവിടെയും തങ്ങാനുള്ള സെറ്റപ്പ് പോകാം കേട്ടോ. കാരണം എൻ്റെ സൈക്കിള് ശരിയാക്കാമെന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അപ്പോൾ ആള് വന്നേ ഉള്ളൂ എന്നാട്ടോ പറഞ്ഞത്. വന്നു ഇനി ശരിയായാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അവിടെ ആകെ പെട്ടുപോട്ടാ. പിടുത്തമില്ല. എൻ്റെ സൈക്കിളിവിടെ മേലിൽ പാർക്ക് ചെയ്തിട്ടാ. ഇവിടെ അങ്ങനെ കള്ളന്മാരൊന്നും ഇല്ല കേട്ടോ. കള്ളന്മാർ പിടിച്ചു പറിക്കാറൊന്നുമില്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല സ്നേഹമാണ് ആൾക്കാർക്ക്. അങ്ങനെ നമുക്ക് ഇന്ന് ടെൻ്റ് അടിക്കാൻ ഒരു സ്ഥലം കിട്ടിയേട്ടാ. ഇതൊരു ഗ്രൗണ്ടാണ്, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് കാഴ്ചക്കാരുണ്ട്. ഇതൊക്കെ അവിടെയൊക്കെ പശുക്കളാണ് ഫുള്ള്, അതാണ് കാഴ്ചക്കാർ. പക്ഷേ രാത്രി കളിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് വെച്ച്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്തൊരു നദി ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ നോക്കി ടെൻ്റ് അടിക്കാം, പക്ഷേ അവിടെ ഫുള്ള് ഇങ്ങനെ കല്ല് വയ്ക്കൊണ്ട് ടെൻ്റ് അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ ടെൻ്റ് അടിക്കാനത്. അപ്പോൾ എന്തായാലും ഇവിടെ ടെൻ്റ് അടിക്കാം കേട്ടോ. ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ മഴ പെയ്യില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ടെൻ്റ് അടിക്കാട്ടെ ഇവിടെ. അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടാ. ഞാനങ്ങനെ ഇവിടെ നമ്മുടെ കസേരയൊക്കെ ഇട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കണേ. നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ടാക്കിക്കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂട് കിട്ടും നമുക്ക്. ഇത് കണ്ടില്ലേ,
ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ വെള്ളം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും ആരുമില്ല, പിന്നെ ഉള്ളത് അവിടെയുള്ള പശുക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ, പിന്നെ നമ്മളും. അപ്പോൾ ഈ ഒരു തണുപ്പത്തിരുന്ന് നമ്മൾ ഈ ഒരു ചൂടുള്ള ഭക്ഷണം കഴിക്കണം കേട്ടോ. ശരിക്കും ഞാനിതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചേണ്ട, നമ്മുടെ ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല, അതിന് പറ്റിയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല, സ്റ്റാൻഡില്ല, അങ്ങനെ ഒരുപാട് പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ ഈ ഒരു ചെറിയ യാത്രയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് പ്രത്യേകതരമായിട്ടുള്ള ക്യാമറകളോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും നമ്മൾ നല്ല രീതിയിൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളും വിശേഷങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ സൈക്കിളിൻ്റെ ശരിയാക്കണതിൻ്റെ ഇതുവരെയും ആൾ വന്നിട്ടില്ല. ആൾ വരുമെന്ന് എന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷേ പിടുത്തമില്ല. അപ്പോൾ നാളെയും കൂടെ നമ്മൾ നോക്കും. നാളെ വന്നില്ലെങ്കിൽ ഇനി സൈക്കിൾ അവിടെ വെച്ചിട്ട് ഇറ്റാനഗർ പോയിട്ട് ശരിയാക്കാനായിട്ട് പ്ലാൻ.